ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ബെറ്റ ബ്രീഡിങ് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ബെറ്റകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിലൊക്കെ ആയിട്ടുണ്ട്. ഇത് 5-ാമത്തെ ദിവസം തൊട്ട് 8-ാമത്തെ ദിവസം വരെ മൈക്രോവാംസും ആർട്ടീമിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 നേരം ആർട്ടീമിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ടീമിയാണ്. സാധാ ഞാൻ പറഞ്ഞ് മൈക്രോവാംസ് കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു നേരം. ഇപ്പം 2 നേരം ആർട്ടീമ തന്നെയാണ്. 8-ാമത്തെ ദിവസം നമ്മൾ നല്ല രീതിയിൽ തന്നെ ആർട്ടീമ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് മെയിലും ബാക്കി വരുന്ന ആർട്ടീമെല്ലാം മെയിൽ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് 10-ാമത്തെ ദിവസം ആയപ്പോൾ നമ്മൾ മെയിലിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. കാരണം ഇനിയും കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ തിന്നു കളയും. അതുകൊണ്ട് നമ്മൾ മെയിലിനെ എടുത്ത് മാറ്റുകയാണ്. അത്യാവശ്യം നല്ലൊരു കൗണ്ട് ആ ഒരു പീസിനകത്തുണ്ട്. എന്നിട്ട് അന്ന് തന്നെ നമ്മൾ വീണ്ടും ആർട്ടീമ നമ്മൾ കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ആർട്ടീമ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു നല്ല കൗണ്ടുണ്ട്. 500+ കുഞ്ഞുങ്ങൾ അതിനകത്ത് എന്തായാലും കാണും. ആർട്ടീമ എങ്ങനെ വിരിയിപ്പിക്കുന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആർട്ടീമും താഴോട്ട് തന്നെ വരും. താഴെ ഇങ്ങനെ ട്യൂബിനകത്തോട്ട് വരും. നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതി ആർട്ടീമ ട്യൂബിനകത്തുണ്ട്. അത് കളക്ട് ചെയ്ത സമയത്ത് ആ തോടൊക്കെ ഉണ്ടല്ലോ വിരിഞ്ഞ്, അതൊക്കെ ഇതുപോലെ ആയി വന്നിരിക്കും. എന്നിട്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമ്മളൊരു പാത്രത്തിനകത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് നെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ആർട്ടീമയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ രീതി അത് ഇളക്കിയിട്ട് ഫിഷ് ഫ്രൈസിനൊക്കെ കൊടുക്കാം. ഇത് 12-ാമത്തെ ദിവസമാണ്. നോക്കുമ്പോൾ കുഴപ്പമില്ല. അത് മൊയിനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊയിന് അത്യാവശ്യം മുത്ത് കൾച്ചറായിട്ടുണ്ട്. അധികം തിന്നത്തില്ലാത്തതുകൊണ്ടേ അത് കൾച്ചറായി. നോക്കുമ്പോൾ ഫ്രൈസിനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ദേ കണ്ടോ, ഇതാണ് ഈ ഒരു 12-ാമത്തെ ദിവസത്തിൻ്റെ ഒരു വളർച്ചയാണ് ഈ കാണുന്നത്. കാണാനൊക്കത്തില്ല വലുതായിട്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല സൈസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ മൊയിനെ ആർട്ടീമ കൊടുക്കുന്നുണ്ട്. പിന്നെ അന്നും നല്ല രീതിയിൽ തന്നെ ആർട്ടീമ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത ദിവസം ആർട്ടീമ കൊടുക്കുന്നതാണ്. നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രൈസ് അതിനനുസരിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ വലുതായിക്കൊണ്ടേയിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ നമ്മുടെ മൊയിനെ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഈസ്റ്റ് ഇടുന്നുണ്ട്. ഈസ്റ്റ് വളരെ കുറച്ച് ഈസ്റ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പഞ്ചസാരകൾ വേണം. കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം മതി, ഒരുപാട് വേണ്ട, ഇളം ചൂടുവെള്ളം അതിനകത്തിലോട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അത് കലക്കണം. അത് പറ്റുന്നത്രയും മാക്സിമം അത് നല്ലോണം കലക്കണം. അതായത് ഈസ്റ്റിൻ്റെ ആ തരിയൊന്നും വരാൻ പാടില്ല. അതുകൂട്ട് നല്ല രീതിയിൽ തന്നെ കലക്കണം. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ കലക്കുന്നുണ്ട്. കലക്കി നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മൊയിന ടാങ്കിലോട്ട് ഒഴിക്കുന്നത്. അത്രയുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു 15-ാമത്തെ ദിവസത്തിൻ്റെ ഒരു വളർച്ചയാണ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആർട്ടീമ നല്ലോണം കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു ഫ്രൈ മാത്രം അത്യാവശ്യം നല്ല വലുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ സെപ്പറേറ്റ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് ടാങ്കിനകത്തോട്ട് നമ്മൾ പിടിച്ചിട്ടാണെന്ന് കരുതി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എന്നിട്ട് നമ്മളിട്ട ആ പ്ലാന്റൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. 2-3 വർഷം കണ്ടിട്ടാണ് അതിപ്പോൾ നല്ലോണം വളർന്നിപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതിനെ ഗ്രോ ടാങ്കിലേക്കൊക്കെ വിടുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഇത് ഇപ്പം 3-ാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഇടുന്നത്.